ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്ന് നോയമ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ധ്യാനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. അതിലൂടെ കടന്നു പോകുമ്പോൾ കുഷ്ഠരോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ഈശോ ഒരു കുഷ്ഠരോഗിയെ കാണുകയും അവനെ കണ്ടുകൊണ്ട് കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറയുകയും യേശു കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധി ഉണ്ടാകട്ടെ എന്ന്. ഉടനെ തന്നെ അവന്റെ കുഷ്ഠരോഗം ബാധിച്ചിരുന്ന അല്ലെങ്കിൽ കുഷ്ഠം മാറുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്, ഈശോ എൻ്റെ ശരീരത്ത് അല്ലെങ്കിൽ ഈശോ എന്നെ തൊട്ടാൽ എൻ്റെ കുഷ്ഠം മാറുമെന്ന് ആ കുഷ്ഠം പിടിച്ച മനുഷ്യൻ വിശ്വസിച്ചു. പിന്നെ കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുഷ്ഠരോഗി പറഞ്ഞപ്പോൾ തന്നെ ഈശോ അവനെ കൈ നീട്ടി തൊട്ടതിന് ശേഷം അവന്റെ കുഷ്ഠം അവിടെ മാറുകയാണ്. അപ്പോൾ ഈശോ അവനോട് പറയുന്നുണ്ട്, ഈ കാര്യം നീ ആരോടും പറയരുതെന്ന് പറഞ്ഞ് അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. പിന്നെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, പോയി നിന്നെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള ജനങ്ങളുടെ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് 3 കാര്യങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വിശ്വാസം. കുഷ്ഠരോഗി വിശ്വസിച്ചത് ദൈവത്തിന് തന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ആ രോഗി ഉറച്ചു വിശ്വസിച്ചു. രണ്ടാമതായിട്ട് ദൈവിക കരുണ. സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതാണ് യേശുവിന്റെ സ്നേഹം. പണ്ടുള്ള കാലങ്ങളിൽ ഈ കുഷ്ഠരോഗം ബാധിച്ച ഒരാളെയും ആരും തൊടുവാനോ സ്പർശിക്കുവാനോ അല്ലെങ്കിൽ അവര് പൊതുവേദികളിൽ വരുവാനൊന്നും അന്നത്തെ കാലത്ത് ഒന്നും ആരും അനുവദിച്ചിട്ടില്ല. ഒരു കുഷ്ഠരോഗി അതിലെ വരുന്നുണ്ട് അല്ലെങ്കിൽ കുഷ്ഠരോഗി അവിടെ ഉണ്ട്, ഉടനെ തന്നെ അന്ന് ഈശോയുടെ കാലത്തുണ്ടായിരുന്ന എല്ലാവരും അവനെ തൊടുകയോ അവന്റെ അടുക്കൽ പോകുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ദൈവിക കരുണ എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലണമെന്ന് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈശോ ആ കുഷ്ഠരോഗം പിടിച്ച ആ വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ സുഖമാക്കുവാൻ അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തൊട്ട് സ്പർശിച്ചുകൊണ്ട് അവന്റെ കുഷ്ഠരോഗം ഈശോ മാറ്റിക്കൊടുക്കുകയാണ്. പിന്നീട് പറയുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യം. നമ്മളൊക്കെ ഒത്തിരി തിരക്കിൽ ജീവിക്കുന്നവരാണ്. നമ്മളൊക്കെ ഈ തിരക്ക് പിടിച്ച ഈ ജീവിതത്തില്, നമ്മുടെ അനുദിന ജീവിതത്തില് പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആണെന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ നമസ്കാരങ്ങൾ കൂടുതലുള്ളവരാണ്. അതുപോലെ തന്നെ ഈ 50 ദിവസം നമ്മൾ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുമ്പിടുന്ന യാമപ്രാർത്ഥനകളെല്ലാം നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ദൈവമായുള്ള ബന്ധം എത്രമാത്രം ആഴപ്പെടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ തിരക്കുള്ളവരാണ്. ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ തിരക്കുള്ളവരാണ്. ആര് വിളിച്ചാലും നമ്മൾ പറയും തിരക്കിലാണ്, അതുകൊണ്ട് സമയമില്ല എന്ന് പറയുമ്പോൾ ഈ തിരക്കൊഴിഞ്ഞ ജീവിതത്തിലൂടെ ദൈവമായി സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഈ നോയമ്പ് കാലത്ത് ചിന്തിക്കേണ്ടത്. കാരണം ദൈവമായി സംസാരിക്കുവാൻ സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവമായി സംസാരിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ച ഒരു ഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്ന്. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണ്, അവിടെ ഒരു വലിയൊരു
പ്രശ്നമുണ്ടായി എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി, ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി, ശിഷ്യന്മാരുടെ സാന്നിധ്യം ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ആ കുടുംബത്തിന്റെ വലിയൊരു അപമാനത്തിൽ നിന്നും അല്ലെങ്കിൽ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആ കുടുംബത്തെ അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് ഈ കുഷ്ഠരോഗം പിടിച്ച് അല്ലെങ്കിൽ ഈ കുഷ്ഠരോഗം പിടിച്ച് ആരാരും സമൂഹം മാറ്റി നിർത്തുന്നു, ജനങ്ങൾ മാറ്റി നിർത്തുന്നു, പൊതുവേദികളൊന്നും സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. അപ്പോൾ ഒത്തിരി വേദന നിറഞ്ഞ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ദൈവത്തിന്റെ കരുണ ഇറങ്ങി ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിന്നെ ഞാൻ സുഖപ്പെടുത്തട്ടെ എന്ന്. അപ്പോൾ ആ ചോദ്യത്തിലൂടെ അവന്റെ മനസ്സ് അലിയുകയാണ്. നമ്മൾ ചില ചിത്രങ്ങളിലൂടെ നമ്മൾ കുഷ്ഠരോഗിയൊക്കെ സുഖപ്പെടുത്തുന്ന ചില ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈശോയുടെയും ശിഷ്യന്മാരുടെയും ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ കാണുന്നവരാണ്. അപ്പോൾ ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ആ മനോഹരമായ ഒരു വീഡിയോ ഞാൻ കാണുവാനിടയായി. ആ വീഡിയോയിലൂടെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞുപോയി. ഈശോ തൊട്ടാണ് സുഖപ്പെടുത്തുന്നത്. പുതിയ നിയമത്തിലൂടെ ഈശോ എപ്രകാരമാണ് രോഗികളെ സുഖപ്പെടുത്തുന്നതൊക്കെ നമ്മൾ ഈ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലൂടെ വായിച്ചു നോക്കുമ്പോൾ ഒത്തിരി കാരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പേരെ ഇപ്പോൾ ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഉടനെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട് ഈശോ. അപ്പോൾ നമ്മുടെ ഈ ജീവിതം ദൈവവുമായുള്ള ബന്ധത്തിലാണോ എന്നാണ് നമ്മൾ ഈ നോയമ്പ് കാലത്ത് ചിന്തിക്കേണ്ടത്. നോയമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആഹാരസ്ഥാനം മാറ്റിവെക്കുക, അല്ലെങ്കിൽ മീനും ഇറച്ചിയും കൂട്ടാതിരിക്കുക, അങ്ങനെയല്ല നോയമ്പെന്ന് പറയുമ്പോൾ. നമ്മൾ ഈ നോയമ്പ് കാലത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ആഴപ്പെടുന്നുണ്ടോ, ദൈവവുമായുള്ള ഉറച്ച ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നുണ്ടോ, ദൈവത്തോടുകൂടെ ആയിരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ബോധ്യമാണ് ഞാനും നിങ്ങളും വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വില കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ വിലപിടിപ്പുള്ള വസ്തു നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെ നമ്മൾ ദൈവത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവം നമുക്ക് വിലയുള്ള വസ്തു നമുക്ക് തിരിച്ചു തരത്തുള്ളൂ. അപ്പോൾ പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ നോയമ്പ് കാലത്തിലൂടെ ഈശോയെ തൊടുവാനുള്ള ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദൈവത്തിന്റെ ആ ഒരു തൊടല്, ആ തൊട്ട് കഴിയുമ്പോൾ എത്ര അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതമാണെങ്കിൽ പോലും ശാന്തമാകും. ഒരു കാര്യം ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഈശോയും ശിഷ്യന്മാരും കൂടെ കടൽ തീരത്ത് യാത്ര ചെയ്തതിനു ശേഷം ഒരു വഞ്ചിയിൽ കയറി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് കടലിന്റെ സ്വഭാവം മാറുകയാണ്. ഉടനെ അവിടെ കടൽക്ഷോഭം ഉണ്ടായി. തിരകളിൽപ്പെട്ട് സഞ്ചരിച്ചിരുന്ന വഞ്ചി മറിയുവാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ വഞ്ചിയുടെ തുമ്പത്ത് അല്ലെങ്കിൽ വഞ്ചിയുടെ അറ്റത്തിരുന്ന് വളരെ ശാന്തമായി കിടന്നുറങ്ങുന്ന ഒരു ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ശിഷ്യന്മാര് പരസ്പരം പറയുന്നുണ്ട്, ഇത്രയും വലിയ കാറ്റും കോളും ഒക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈശോ അല്ലെങ്കിൽ ഈ ദൈവം അവിടെ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞ് ശിഷ്യന്മാര് പറയുന്നത് കേട്ടുകൊണ്ട് ഈശോ എഴുന്നേറ്റ് നിന്നിട്ട്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി ആ വള്ളത്തെ ശാന്തമായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്ന തോണി അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന ഈ വഞ്ചി പല പ്രശ്നങ്ങളൊക്കെ ആടി ഉലയുമ്പോൾ ഈ ദൈവ ആശ്രയവും ദൈവസ്നേഹവും ദൈവപരിപാലനയും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമുണ്ട്. ദൈവം ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഉണ്ട്. ആ ദൈവത്തെ നമ്മൾ വിളിച്ചുകൊണ്ട് വരേണ്ട കടമ എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ദൈവമുണ്ട് എന്ന് പറയുന്ന ഒത്തിരി ബൈബിളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവമുണ്ടെന്ന് പറയുമ്പോൾ ഈ ബൈബിളിലൂടെ എല്ലാ അധ്യായത്തിലും എല്ലാ വാക്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പല കാര്യങ്ങളിലൂടെയും പല സംഭവങ്ങളിലൂടെയും ദൈവം ഉണ്ടെന്ന് പറയുന്നു. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ, അനുഗ്രഹിക്കണമേ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഒരു വാക്കുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു നോയമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
അതിനുള്ള അനുഗ്രഹം പൊന്നു തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.